വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകല്ലേ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ദിവസത്തെ വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. ഞാനിന്ന് ഷോപ്പിൽ പോയിട്ടില്ല, അപ്പോൾ വീട്ടിൽ തന്നെയാണ് ഇന്ന് ഫുൾ ടൈം ഉള്ളത്. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നത്, മക്കൾക്ക് സ്കൂളുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം എഴുന്നേറ്റ് വന്നോണ്ട് വാതൊക്കെ എന്നെയും കാത്ത് വെയിറ്റ് ചെയ്ത് രണ്ട് മക്കൾ ഇപ്പോൾ ഉണ്ട് കേട്ടോ. ജൂലിമോളും പിങ്കിമോളുമാണ്. എന്തിനാണെന്നറിയാം, അവർക്ക് ഫുഡൊക്കെ ഫിനിഷ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യണം. അങ്ങനെ വന്ന ഉടനെ കിച്ചണിലെ ഡോറൊക്കെ തുറന്നിട്ടിട്ട് രണ്ടുപേർക്ക് ഫസ്റ്റ് ഫുഡ് ഇട്ട് കൊടുക്കും. എന്നിട്ട് ഞാൻ അടുത്ത ജോലി ചെയ്യാൻ പോകത്തുള്ളൂ കേട്ടോ. ഒരു വിശന്നിരിക്കുകയല്ലേ, നൈറ്റ് കൊടുക്കുന്ന ഫുഡ് മൊത്തം ഫിനിഷ് ചെയ്ത് വെക്കും. രാത്രി അവർക്ക് ഉറക്കമില്ലല്ലോ, അത് കാരണം എല്ലാം ഫിനിഷ് ആക്കും. അങ്ങനെ കിച്ചണിലോട്ട് വന്ന് കയറിയപ്പോൾ മാവൊക്കെ നന്നായിട്ട് പുളിച്ച് സെറ്റായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു ദോശയൊക്കെ ചുടാമെന്ന് വിചാരിച്ച് അതിനുശേഷം ഞാൻ ആദ്യം ജീരകവെള്ളം തിളപ്പിച്ച് ഒരു ഗ്ലാസ് കുടിക്കുകയും അങ്ങനെ പാല് തിളപ്പിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ തീർന്നു പോയി, തേങ്ങ മേടിക്കാൻ മറന്നുപോയി. അപ്പോൾ അത് കാരണം മക്കളോട് ചോദിച്ചപ്പോൾ മക്കൾ പറഞ്ഞു അവർക്ക് ടൊമാറ്റോ ചട്നി മതിയെന്ന് പറഞ്ഞു. അത് കാരണം ഞാൻ സവാളയും ടൊമാറ്റോ ഇട്ട് ടൊമാറ്റോ ചട്നി പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. ഒരു പാനിൽ ഞാൻ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പെട്ടെന്ന് ദോശ ഉണ്ടാക്കുകയാണ്. സ്കൂളിൽ കൊണ്ടുപോകാൻ എന്താണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞു അവർക്ക് ചപ്പാത്തി മതി, ചോറൊന്നും വേണ്ട, ചപ്പാത്തിയും ബട്ടർ ചിക്കനും മതിയെന്ന് പറഞ്ഞു. അപ്പം അവർക്ക് മാത്രം 5-6 ചപ്പാത്തി ഇട്ടാൽ മതിയല്ലോ, പിന്നെ കുറച്ച് ബട്ടർ ചിക്കൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അവർക്ക് മാത്രം സ്കൂളിൽ കൊടുത്ത് വിടാൻ വേണ്ടി. കിച്ചൂരില്ല സ്കൂൾ കേട്ടോ. അപ്പോൾ അക്കുനും അമ്മൂനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവർക്ക് ആനുവൽ എക്സാം ആണ്. അങ്ങനെ ദോശയൊക്കെ ചുട്ടു. ഒരു പാനിലോട്ട് ചപ്പാത്തിയും പെട്ടെന്ന് ചുട്ടെടുക്കുകയാണ് അവർക്ക് സ്കൂളിൽ കൊടുത്തുവിടാൻ വേണ്ടി. അങ്ങനെ ബട്ടർ ചിക്കനും നമ്മുടെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കാരണം അവർക്ക് വേണ്ടി മാത്രം മതിയല്ലോ. അങ്ങനെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ടൊമാറ്റോ ചട്നിയൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ട് മക്കളെ ഫുഡ് കഴിക്കാൻ വിളിക്കുകയാണ്. അപ്പോൾ അക്കു മാത്രം പെട്ടെന്ന് കുളിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദോശയും ടൊമാറ്റോ ചട്നിയൊക്കെ റെഡിയായി. അമ്മ ഇതുവരെ കുളിച്ചിട്ടില്ല. അങ്ങനെ രണ്ടുപേരൂടെ വന്നിരുന്നു കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ അമ്മൂനോട് പറഞ്ഞ് പെട്ടെന്ന് കഴിച്ചിട്ട് പോയി കുളിക്കാൻ പറഞ്ഞു. അങ്ങനെ അവർക്ക് ചപ്പാത്തിയൊക്കെ ഞാൻ പിച്ചിട്ടാണ് കൊടുത്തു വിടുന്നത് പെട്ടെന്ന് കഴിക്കാൻ വേണ്ടി കേട്ടോ. അങ്ങനെ അതൊക്കെ സെറ്റാക്കി വെച്ചപ്പോൾ അമ്മു ആണെങ്കിൽ യൂണിഫോം ഇട്ടിട്ട് ഓടി വരികയാണ് സിബ് ഇടാൻ വേണ്ടി. അങ്ങനെ പിന്നെ സിബൊക്കെ ഇട്ട് കൊടുക്കും ബാക്കിൽ. ഇക്ക ഇന്ന് നേരത്തെ ഷോപ്പിൽ പോവുകയാണ്, കാരണം എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങൾ ഇക്കയ്ക്കുണ്ട്. അതിനുശേഷം അമ്മു ആണെങ്കിൽ എൻ്റെ അടുത്ത് മുടി കെട്ടി തരാൻ വേണ്ടി വന്ന് നിൽക്കുക. അപ്പോൾ ഞങ്ങൾ വെളിയിലോട്ട് നോക്കിക്കൊണ്ടാണ് മുടിയൊക്കെ കെട്ടുകയാണ്. പിന്നെ കുറച്ച് നേരം ഞാൻ പറഞ്ഞു ഇരുന്ന് ഓട്ടോ വന്നില്ല, അതുവരെ ഒന്ന് എല്ലാം റിവിഷൻ ചെയ്ത് നോക്കാം മക്കളോട് പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പഠിക്കുകയാണ്. അങ്ങനെ ഓട്ടോ വരാൻ സമയമായപ്പോൾ രണ്ടുപേരോട് താഴോട്ട് ഇറങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരോട് നടന്നു പോവുകയാണ് കേട്ടോ. ഓട്ടോ അവിടെ വന്ന് കിടപ്പുണ്ട്, കണ്ടില്ലേ. അതിനുശേഷം ഞാൻ അകത്ത് കയറി വന്ന് ഞാൻ ദോശയും ടൊമാറ്റോ ചട്നിയും ഒരു ഗ്ലാസ് ചായയും ഞാൻ കുടിച്ചു. കിച്ചു ഉറങ്ങുകയാണ് കേട്ടോ. ഞാൻ ഇന്ന് ഷോപ്പിൽ പോകുന്നില്ല, അത് കാരണം ഞാൻ കിച്ചുവിനെ ഉണർത്തി എനിക്ക് എഴുന്നേൽപ്പിച്ച് വിടണം. കാരണം ഇക്ക ഷോപ്പിൽ പോയിട്ട് ഇന്ന് എവിടെയോ പോയേക്കുക, സിറ്റിയിൽ പോയേക്കുക കേട്ടോ. അപ്പോൾ അത് കാരണം കിച്ചു ആണ് ഇന്ന് റെസ്റ്റോറൻറ്റ് നോക്കുന്നത്, ഡ്യൂട്ടി കിച്ചുവിനാണ്. അപ്പോൾ കിച്ചു റാപ്പിഡോ ബുക്ക് ചെയ്ത് കിച്ചു അതിൽ കയറി പോവുകയാണ്. ഇവൻ പോയില്ലെങ്കിൽ അതിന് പകരം ഞാൻ പോകേണ്ടി വരും. ഇവൻ ഇന്ന് സ്കൂളില്ലാത്തത് കാരണമാണ് അവൻ എൻ്റെ ഡ്യൂട്ടി ഏറ്റെടുക്കുന്നത് കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ അവൻ പോയതിനു ശേഷം പാലിൻ്റെ പാത്രം ഇവിടെ കൊണ്ടുവച്ചു. പാലുകാരൻ വന്ന് പാലവിടെ വെച്ചിട്ട് പോയിക്കോളും കേട്ടോ. പിന്നെ കിച്ചണിലോട്ട് വന്ന് പാത്രമൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചു. പിന്നെ വാഷിംഗ് മെഷീനിൽ ഇട്ട തുണിയൊക്കെ കഴുകി ഇട്ടേക്കുമായിരുന്നു, അതൊക്കെ ഒന്ന് വിരിച്ചിടാമെന്ന് വിചാരിച്ച് എടുത്തുകൊണ്ട് പോവുകയാണ്. പിന്നെ അവിടെ കൊണ്ട് വിരിച്ചിട്ടിട്ട് കഴുകിയ തുണി, ഉണങ്ങിയ തുണി എടുത്തുകൊണ്ട് വരികയാണ് കേട്ടോ. അതിന് ശേഷം പിന്നെ എന്തോ സൗണ്ട് കേൾക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ ഇറങ്ങി വെളിയിലോട്ട് പോവുകയാണ്. അപ്പോൾ പാലുകാരൻ വന്നിട്ടുണ്ടായിരുന്നു, പാല് കൊണ്ടുവച്ചു. അങ്ങനെ പാലൊക്കെ എടുത്തുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറി വന്നപ്പം പിങ്കി ആണെങ്കിൽ ഇറങ്ങി ഓടാൻ നോക്കുകയാണ് പെട്ടെന്ന്. ഞാൻ അന്നേരം വഴക്ക് പറഞ്ഞാണ് ഒളിച്ചിരിക്കുന്നത് കണ്ടില്ലേ. പിന്നെ ഞാൻ ഓർത്ത് കറ്റാർവാഴ ഒരുപാട് നിൽക്കുന്നല്ലോ, കുറച്ച് പായ്ക്കൊക്കെ ഹെയറിലിടാമെന്ന് വിചാരിച്ചു. ഞാൻ വീക്കിലി ഒരു പ്രാവശ്യം ഹെയർ പായ്ക്കൊക്കെ ഇടാറുണ്ട് കേട്ടോ. അങ്ങനെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കറ്റാർവാഴയൊക്കെ ഇട്ട് ഹെയർ പായ്ക്ക് ഇട്ടതിന് ശേഷം ചെടിക്ക് വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഒരു 1 hour വെക്കണ്ടേ, അതിനുവേണ്ടി ആ സമയം ചെടിക്കൊക്കെ വെള്ളം ഒഴിക്കാമെന്ന് വിചാരിച്ചു. ചെടിയൊക്കെ നല്ല ഉണങ്ങി കരിഞ്ഞ് നിൽക്കുക, അവിടെ ഭയങ്കര ചൂട്, അതിൻ്റെ ചെടി മൊത്തം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെടിക്കൊക്കെ വെള്ളം ഒഴിച്ചു. പിന്നെ ചെറിയ കുട്ടി ചെടിയൊക്കെ വരുമല്ലോ, അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ടൊന്ന് ഇപ്പം സെറ്റാക്കി വെച്ചതാണ് കേട്ടോ. അങ്ങനെ ബക്കറ്റും ഒക്കെ എടുത്തുകൊണ്ട് വരികയാണ്. പിന്നെ എനിക്ക് പട്ടാണി തിന്നാൻ കൊതി വന്ന് ഞാൻ പിന്നെ കുറച്ച് പട്ടാണിയൊക്കെ എടുത്ത് വെച്ച് കഴിക്കുകയാണ്. അതിനുശേഷം ഞാൻ പോയി കുളിക്കാൻ പോവുകയാണ്. അപ്പം തന്നെ സമയം 2 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പിന്നെ കുളിച്ചിട്ടൊക്കെ ഇറങ്ങി ഫ്രഷായി വരികയാണ്. ഇനി പോയി ഒലുവൊക്കെ എടുത്തുകൊണ്ട് വരുവാണ്. ഇനി പോയി നമുക്ക് നിസ്കരിച്ചിട്ട് വരാം. ഞാൻ അങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണ്. മക്കളില്ലെങ്കിൽ പിന്നെ എനിക്ക് പെട്ടെന്ന് ജോലി നടക്കും, മക്കൾ സ്കൂളിൽ പോയാൽ. പിന്നെ പോയിട്ട് വന്ന് ഞാൻ ചോറൊന്നും ഉണ്ണത്തില്ല കേട്ടോ. ഞാൻ ഡയറ്റിങ് ആയത് കാരണം ഞാൻ 2 ചപ്പാത്തിയും പിന്നെ ഇവർ കൊണ്ടുപോയതിൻ്റെ ബാലൻസ് ബട്ടർ ചിക്കൻ ഉണ്ടായിരുന്നു, അതും ഒരു കുപ്പി തണുത്ത വെള്ളവും കുടിച്ചപ്പോഴത്തേന് വയറ് ഫുള്ളായി. പിന്നെ കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞു വന്ന് കിടക്കുകയാണ്. ഞാൻ കിടക്കാകുമ്പോൾ പിങ്കി ഇവിടെ കിടപ്പുണ്ട്. പിന്നെ അതിന് ശേഷം കുറച്ച് നേരമായി ഒരു 3:30 ആയപ്പോൾ ഞാൻ പിന്നെ ഒരു ആപ്പിളും അതുപോലെ 5-6 ഉണക്കമുന്തിരിയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും ഇക്കയുടെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇക്ക വന്നെന്ന് തോന്നുന്നു. അപ്പോൾ റിവേഴ്സ് ഇടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ വന്ന് നോക്കിയപ്പോൾ ഇക്ക വന്നിട്ടുണ്ടായിരുന്നു. ഇക്ക താഴെ വന്ന്
അപ്പോൾ അതിനുശേഷം ഇക്കയ്ക്ക് പെട്ടെന്ന് ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പൈനാപ്പിൾ ജ്യൂസ് അടിക്കുകയാണ്. ഇക്കയ്ക്ക് ജ്യൂസ് അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ മക്കൾക്ക് ജ്യൂസ് അടിച്ച് വെക്കും വൈകുന്നേരം വരുമ്പോൾ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോകുമ്പോൾ നല്ല തണുത്തിരിക്കുക, അവർ വൈകുന്നേരം വരുമ്പോൾ കുടിച്ചോളും കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഇക്കയ്ക്ക് ഞാൻ പിന്നെ ഒരു കപ്പ് ജ്യൂസ് കൊടുത്തു. പിന്നെ വൈകുന്നേരം മക്കൾ വരുമ്പോഴത്തേക്കിന് കൊടുക്കാൻ വേണ്ടി 4 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു മക്രോണി ഉണ്ടാക്കി വെക്കാം. അപ്പം മക്കൾ വരും, വിശന്നല്ലേ വരുന്നത്, അപ്പോൾ ജ്യൂസും മക്രോണിയൊക്കെ കൊടുക്കാമെന്ന് വിചാരിച്ച് പെട്ടെന്ന് മക്രോണിയൊക്കെ ഉണ്ടാക്കി ഒന്ന് സെറ്റാക്കി വെച്ചു. അപ്പോഴേക്കും 4:45 5 മണിയായി. അപ്പോൾ ഞാൻ മക്കൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഇതുവരെ വന്നില്ല കേട്ടോ. 5 മണി ആയിട്ടുണ്ട്, ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ഓട്ടോ വരുന്നുണ്ട് കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്തപ്പോഴത്തേന് അവർ വരുന്നുണ്ട്, വന്ന് അവിടെ ഇറങ്ങി. അപ്പോൾ ടയേർഡായിട്ടാണ് വൈകുന്നേരം രണ്ടുപേരും വരുന്നത് കേട്ടോ. അങ്ങനെ വന്ന ഉടനെ പിന്നെ ഞാൻ ഒരു ഗ്ലാസ് പൈനാപ്പിൾ ജ്യൂസ് രണ്ടുപേർക്കും കൊടുത്തു. കാരണം അവർ ടയേർഡായി, ഭയങ്കര ചൂടാണ് ഇവിടെ, നമ്മുടെ ചെന്നൈയിൽ ഭയങ്കര ചൂടാണ്. അത് കാരണം രണ്ടുപേരും അവിടെ വന്ന് ഇരിക്കുകയാണ് കേട്ടോ. പൂച്ചയും കളിപ്പിച്ചുകൊണ്ട് രണ്ടുപേർക്കും ഞാൻ ഓരോ ജ്യൂസൊക്കെ കൊടുത്തിട്ട് പിന്നെ പഠിക്കാൻ പറഞ്ഞു. അങ്ങനെ കുളിച്ചിട്ട് വന്ന് രണ്ടുപേരും പഠിക്കുകയാണ്. പിന്നെ അവർ മക്രോണിയൊക്കെ തിന്നുന്ന വീഡിയോ എടുക്കാൻ മറന്നു. ഇത് എനിക്കും ഇക്കായിക്കുവാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചായയും പിന്നെ ഞാൻ രണ്ടുപേർക്കും മക്രോണിയൊക്കെ എടുത്തുകൊണ്ട് റൂമിലോട്ട് കൊണ്ട് കൊടുക്കുകയാണ് ഇക്കായി കഴിക്കാൻ. എനിക്ക് അവിടെ ചൂടായത് കാരണം AC അകത്തിരിക്കുകയാണ്. പിന്നെ അതിന് ശേഷം രണ്ടുപേരെ ഞാൻ ഷോപ്പിൽ പറഞ്ഞു വിട്ടേക്കുകയാണ്, വെളി കടയിൽ സാധനം മേടിക്കുക. ഇത്രയും നേരം കാണുന്നില്ല, അത് കാരണം ഞാൻ വെളിയിൽ വന്ന് വെയിറ്റ് ചെയ്യുക. നോക്കിയപ്പോൾ ഡാൻസൊക്കെ കളിച്ച് രണ്ടും കൂടെ പതുക്കെ ആടി ഉലഞ്ഞുലാത്തി വരുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ രണ്ടുപേരും പിന്നെയും വന്നിരുന്ന് പഠിക്കുകയാണ്. ആനുവൽ എക്സാം ആയത് കാരണം ഒരുപാട് പഠിക്കാനുണ്ടല്ലോ, അത് കാരണം രണ്ടും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പഠിക്കുകയാണ്. അപ്പോൾ ഇക്ക പോകാൻ വേണ്ടി ഷോപ്പിൽ പോകാൻ കൊണ്ട് ഒരുങ്ങുകയാണ് കേട്ടോ. എന്നിട്ട് മൊബൈലിൽ നോക്കി കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ ഇക്ക പോവാണെന്ന് പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ തന്നെ ഇക്ക പോയപ്പോൾ തന്നെ 8:30 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇക്ക പോവാന്ന് പറഞ്ഞിട്ട് ഇക്ക എൻ്റെ സ്കൂട്ടി എടുത്തുകൊണ്ടാണ് പോകുന്നത്. കാരണം ഞാൻ പറഞ്ഞു ഇനി രാത്രി കാറും കൊണ്ട് പോകണ്ട, സ്കൂട്ടിയും കൊണ്ട് പോകാൻ പറഞ്ഞത് കാരണം. പിന്നെ തിരിച്ച് വന്ന് നോക്കിയപ്പം രണ്ടുപേരും സംസാരിക്കുകയാണോ നോക്കാൻ വന്നേ, സംസാരിക്കുകയല്ല കേട്ടോ, പഠിക്കുകയാണ്. അങ്ങനെ നോക്കിയപ്പോൾ ജൂലിയും പിങ്കിയും അക്കും അമ്മും കളിക്കാനില്ലാത്ത കാരണം എൻ്റെ പുറകെ നടക്കുകയാണ് രണ്ടുപേരും കൂടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോവാണ്. അപ്പം ഞാൻ പാത്രമൊക്കെ വാഷ് ചെയ്ത് വെക്കുകയാണ്, മക്കളെ ഉറക്കാൻ കൊണ്ട് കിടത്തി. അപ്പോൾ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് കിടക്കാൻ പോവുകയാണ്. ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി നെക്സ്റ്റ് കാണുന്നവരെ ബൈ ബൈ, താങ്ക് യു.